വെൽക്കം ടു ഫ്രീഡം വേൾഡ്. പവിഴപ്പുറ്റുകളുടെ അത്ഭുത ദ്വീപ് എന്നറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ. ഇതിൽ 836 ദ്വീപുകൾ ഉൾപ്പെടുന്നു. ഇത് 2 ദ്വീപ് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു: വടക്കൻ ആൻഡമാൻ ദ്വീപുകളും തെക്കൻ നിക്കോബാർ ദ്വീപുകളും. 150 കിലോമീറ്റർ വീതിയുള്ള ചാനൽ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് ഏകദേശം 1190 കിലോമീറ്ററും ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്ത് കൊൽക്കത്തയിൽ നിന്ന് 1255 കിലോമീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ഈ പ്രദേശത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിനും കിഴക്ക് ആൻഡമാൻ കടലിനും ഇടയിലാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിൽ നിന്നുള്ള ഇന്ത്യൻ ദൈവമായ ഹനുമാന്റെ പേരിലുള്ള ഹണ്ടുമാനിൽ നിന്നാണ് ആൻഡമാൻ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഈ പ്രദേശത്തെ അടിമ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന മലയാളികൾ സമാനമായ പേരിലാണ് ഈ സ്ഥലത്തെ വിളിച്ചിരുന്നത്. 8249 കിലോമീറ്റർ വിസ്തൃതിയുള്ള 836 ദ്വീപുകളുള്ള പ്രദേശത്തിൽ 31 മാത്രമാണ് സ്ഥിരമായി ജനവാസമുള്ളത്. വടക്കൻ ആൻഡമാൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന 737 മീറ്റർ ഉയരമുള്ള സാഡിൽ പീക്ക് ആണ് ഏറ്റവും ഉയർന്ന സ്ഥലം. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ 3,80,581 ആയിരുന്നു. അതിൽ 2,02,871 പുരുഷന്മാരും 1,77,710 സ്ത്രീകളുമാണ്. മൊത്തം 94,551 വീടുകളും ഏകദേശം 1,43,488 ജനങ്ങളും നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജനങ്ങളുടെ പ്രധാന മതമാണ് ഹിന്ദുമതം, തുടർന്ന് ക്രിസ്തുമതം. ആൻഡമാനീസ് ജനത വംശനാശ ഭീഷണി നേരിടുന്ന 1 ഡസനോളം ആൻഡമാനീസ് ഭാഷകൾ സംസാരിക്കുന്നു. അവ പരസ്പരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷാ വിഭാഗവുമായി ബന്ധമില്ലാത്ത ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കൻ എന്നീ 2 കുടുംബങ്ങളിൽ പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് ഈ ദ്വീപുകൾ. ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഒരു ലഫ്റ്റനന്റ് ഗവർണറാണ് ഭരിക്കുന്നത്. 1956 ഒരു ചീഫ് കമ്മീഷണർ ഭരണത്തിന് തലവനായി കേന്ദ്രഭരണ പ്രദേശം സ്ഥാപിതമായി. 1982 ലഫ്റ്റനന്റ് ഗവർണർ ചീഫ് കമ്മീഷണറെ മാറ്റി ഭരണത്തലവനായി നിയമിച്ചു. 1981 ജനപ്രതിനിധികളായി കൗൺസിലർമാരുള്ള ഒരു പ്രദേശം കൗൺസിൽ ലഫ്റ്റനന്റ് ഗവർണറെ ഉപദേശിക്കാൻ തീരുമാനിച്ചു. ഈ പ്രദേശം അതിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കുന്നു. പ്രദേശത്തെ 3 ജില്ലകളായി തിരിച്ചിരിക്കുന്നു. ഓരോന്നിനും ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വം നൽകുന്നു. പോർട്ട് ബ്ലെയറിൽ സ്ഥിരമായി ഇരിപ്പിടമുള്ള ദ്വീപുകളുടെ മേൽ കൽക്കട്ട ഹൈക്കോടതിക്ക് അധികാര പരിധിയുണ്ട്. 2022 വരെ GSDP $1.2 ബില്യൺ ആയിരുന്നു. ജനസംഖ്യയുടെ നിലവിൽ 50% ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന തൊഴിലാണ് കൃഷി. ഏകദേശം 48,675 ഹെക്ടർ ഭൂമി മാത്രമേ കൃഷിക്കായി ഉപയോഗിക്കാൻ സാധിക്കൂ. അതായത് ഭൂവിസ്തൃതിയുടെ ഏകദേശം 6% നെല്ലാണ് പ്രധാന ഭക്ഷ്യവിള. ദ്വീപുകളുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സംഭാവനയാണ് ടൂറിസം. 2016 ദ്വീപുകളിൽ 4 ലക്ഷത്തിലധികം സന്ദർശകരുണ്ടായിരുന്നു. പോർട്ട് ബ്ലെയറിനടുത്തുള്ള വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് സ്ഥിരമായി വിമാനങ്ങൾ സർവീസ് നടത്തുന്നു. എല്ലാ ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന ഒരൊറ്റ പവർ ഗ്രിഡ് ഇല്ല. കൂടാതെ സ്വതന്ത്ര പവർ ഹൗസുകൾ വ്യക്തിഗത ദ്വീപുകളുടെ വൈദ്യുത ആവശ്യകതകൾ നിറവേറ്റുന്നു. ദ്വീപുകൾക്ക് 68.64 മെഗാവാട്ട് സ്ഥാപിത വൈദ്യുതി ശേഷിയുണ്ട്. ദ്വീപുകളിലെ ആദ്യത്തെ പ്രൈമറി സ്കൂൾ 1881 സ്ഥാപിതമായി. സ്വതന്ത്ര സമയത്ത് ഒരു ഹൈസ്കൂൾ, 12 സ്കൂളുകൾ ദ്വീപുകളിൽ പ്രവർത്തിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.